ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് സ്കാൽപ്പിങ്ങിന് അഞ്ചാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഹൈയസ്റ്റ് ഓപ്പണേഴ്സിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകളാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മാക്സ് ഹെൽത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈയസ്റ്റ് ഓപ്പണേഴ്സിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. $1240 ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽ. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ മോളോ അല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതും ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് 5 മിനിറ്റ് ക്യാൻഡിൽ ഈ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെല്ലിൽ പോകും. അതെല്ലാം മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈയിലേക്ക് പോകും. അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമുക്ക് ആദ്യത്തെ സ്റ്റോക്സ് മാക്സ് ഹെൽത്താണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലെവലിലാണ് ട്രേഡ് നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റോക്സ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. അടുത്ത ATGയിലുണ്ട്. ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽസ് ഏതാണെന്ന് മാർക്ക് ചെയ്യാം. $650 ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ. ഇനി ഇതിന് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ലെവൽസും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ റെസിസ്റ്റൻസ് ഉള്ളവർ കാണുന്നുണ്ട്. ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. അടുത്തത് ബിസോഫ്റ്റ് ആണ്. ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. $410 ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ. ഇനി നമുക്ക് തൊട്ട് താഴെ മുകളിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് ലൈറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അടുത്ത കോൾ ഇന്ത്യ ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കോൾ ഇന്ത്യയുടെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇനി ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. $390 ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ. ഇതിന് തൊട്ട് താഴെ മുകളിലോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് ഏതെങ്കിലും നോക്കാം. അടുത്ത സൈഡസ് ലൈഫാണ്. അപ്പോൾ അതിന് നമുക്ക് ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 5 സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം 5 സ്റ്റോക്സ് മാത്രമേ നോക്കാറുള്ളൂ. ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 970 ഇതിന് തൊട്ട് താഴെ മുകളിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഇതിന് മുകളിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മളൊരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ലെവൽസ് മാർക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് ഗ്രീൻ ക്യാനിലാണ് നമ്മൾ മുകളിലത്തെ ലെവലിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് ബൈ പോകും. അതല്ല 5 മിനിറ്റ് റെഡ് ക്യാനിൽ നമ്മൾ താഴത്തെ ലെവലിൽ താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് സെല്ലിലേക്ക് പോകും. ആ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മാക്സ് ഹെൽത്ത് നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ലാണ്. അപ്പോൾ ഇവിടുന്ന് സെല്ലാണ്. അപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ഉള്ള സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലെവലായിരിക്കും നമ്മുടെ ടാർഗറ്റ്. അതൊരു സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ മാർക്ക് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റായിട്ട് എടുക്കുന്നത് ഷോർട്ട് സെല്ലിന്. ഇനി ATGയിലും നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന സെല്ലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് നോക്കാം. ഇതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ എവിടെ നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് കയറി പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലായിരിക്കും ഇനി ഈ ഒരു സ്റ്റോക്സിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് കയറി പോയിരിക്കുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ലെവലായിരിക്കും. അത് തന്നെയായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ബിസോഫ്റ്റ് ഇപ്പോൾ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ലെവൽസിന് താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്യുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവൽ എവിടെ നോക്കണം. അപ്പോൾ ഈ ഒരു ലെവലാണ് അടുത്ത സപ്പോർട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ്.
ഓക്കെ, കോളിൻ്റെ നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം 5 മിനിറ്റ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ സെല്ല് ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ താഴെ നിന്ന് ടാർഗറ്റ് നമുക്കത് മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ സൈഡസ് ലൈഫ് നമുക്കിപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ ഇപ്പോൾ താഴെ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ വലിയൊരു ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ക്യാൻഡിൽ ഒന്ന് റീട്രേസ്മെൻ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സെല്ല് ചെയ്യാം. സൈഡസ് ലൈഫ് ആ ഒരു സപ്പോർട്ട് ലെവലാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ATGയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നത് എക്സാക്റ്റ് നമ്മുടെ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാണ്. മാക്സ് ഹെൽത്ത് താഴേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സപ്പോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഓക്കെ, സൈഡസ് ലൈഫ് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോളിൻ്റെ നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തപ്പോൾ സെല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മിസ്സായിട്ടുണ്ട് ആ ഒരു എൻട്രി. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ചാൻസ് ഉണ്ട്. ഓക്കെ, ബി സോഫ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ആയിരുന്നു സെല്ല്, അതിന് ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാക്സ് ഹെൽത്തും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും സൈഡസ് ലൈഫ് എക്സാക്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടു, മാർക്കറ്റ് എക്സാക്ട് ആ ലെവലിൽ നിന്ന് റിവേഴ്സ് ചെയ്യുകയാണ്. ഇനി കോൾ ഇന്ത്യ അതേപോലെ തന്നെ കണ്ടോ, എക്സാക്ട് നമ്മുടെ ആ ലെവലിൽ ടച്ച് ചെയ്തു, അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ബി സോഫ്റ്റ് കണ്ടു, എക്സാക്ട് നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറി ആ റെസിസ്റ്റൻസ് ലെവലിലേക്ക് പോയി. നമ്മുടെ മാർക്കിംഗ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് നമുക്ക് ആ പോയിന്റിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ATGയിൽ ആ ലെവലിൽ തന്നെ ട്രേഡ് അടക്കമാണ്. അപ്പോൾ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്താലാണ് കൺഫർമേഷൻ ആവത്തുള്ളൂ. മാക്സ് ഹെൽത്തും കാണാം നമുക്ക് സാധിക്കും, ഇവിടെ നല്ല രീതിയിൽ ആ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ATGയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ, അത് മാർക്കറ്റ് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. അത് നമ്മുടെ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത ഒരു അപ് ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. കോൾ ഇന്ത്യ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ആ സപ്പോർട്ട് ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ അത് ബൈ ആണെന്ന്. അപ്പോൾ നമ്മുടെ ബൈ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലാണ് ടാർഗറ്റ്. ഓക്കെ, സൈഡസ് ലൈഫ് നമുക്ക് കാണാൻ സാധിക്കും എക്സാക്ട് നമ്മുടെ സപ്പോർട്ട് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഹയസ്റ്റ് ഓപ്പൺനെസ് ലെവലിൽ ടച്ച് ചെയ്തു. അപ്പോൾ അതിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആണ്. നമ്മളോട് ബൈ ചെയ്യാനെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യണം. ഇപ്പോൾ കോൾ ഇന്ത്യ ഉണ്ടോ, ഇവിടെ നമുക്കൊരു ബൈ വന്നിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് കയറാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ഓപ്പൺനെസ് ലെവലാണ് ഇതിൻ്റെ ടാർഗറ്റ്. ഓക്കെ, കോൾ ഇന്ത്യ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡസ് ലൈഫും ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ്. ബിർള സോഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ടച്ച് ചെയ്ത് എക്സാക്റ്റ് ആ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. AGയിലും ഇവിടെ കാണാൻ സാധിക്കും, ഉണ്ടോ, നമ്മുടെ ആ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് AGയിലും ആ ഒരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സ് ഹെൽത്ത് നമ്മുടെ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ഓപ്പൺനെസ് ലെവലാണ്. ഓക്കെ, മാക്സ് ഹെൽത്തും ഇപ്പോൾ നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സപ്പോർട്ട് എക്സാക്റ്റ് എടുത്തിട്ട് ആ ഒരു ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഹയസ്റ്റ് ഓപ്പൺനെസ് ലെവലായി നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 5 സ്റ്റോക്സുകളും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നു. AGയിൽ ഹിറ്റ് ചെയ്തിരുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിരുന്നു, തിരിച്ച് കണ്ടോ ആ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തു, അപ്പോൾ ടാർഗറ്റ് ഹിറ്റാണ്. ബി സോഫ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ടച്ച് ചെയ്തു, അവർ വീണ്ടും നമ്മുടെ ഹയസ്റ്റ് ഓപ്പൺനെസ് ലെവൽ ടച്ച് ചെയ്തു. കോൾ ഇന്ത്യ അതുപോലെ തന്നെ സപ്പോർട്ടിൽ ടച്ച് ചെയ്തു, നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന.
ആ ഹൈ സ്റ്റോപ്പ്നെസ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ലൈഫ് അതുപോലെ തന്നെ ഉണ്ടോ എക്സാക്റ്റ് ആ സപ്പോർട്ട് ടച്ച് ചെയ്ത് നമ്മുടെ ഹൈ സ്റ്റോപ്പ്നെസ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ചാർട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.